സെപ്റ്റംബർ 13 വിശുദ്ധ ജോൺ ക്രിസ്റ്റോസ്റ്റം, സഭാപിതാവ്. AD 344 347 അന്ത്യോക്യയിൽ ജനനം. 407 സെപ്റ്റംബർ 14 പോണ്ടൂസിൽ വെച്ച് മരണം. AD 629 സെപ്റ്റംബർ 14 മുതൽ ജെറുസലേമിൽ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങി. 14 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആയതുകൊണ്ടാവാം സെപ്റ്റംബർ 13 വിശുദ്ധ ജോൺ ക്രിസ്റ്റോസ്റ്റത്തിൻ്റെ ഓർമ്മദിനം സഭ കൊണ്ടാടി തുടങ്ങിയത്. നിസ്തുലനായ ഈ വേദപാരംഗതൻ്റെ വാഗ്മിത്വത്തെ പരിഗണിച്ച് സ്വർണ്ണജിഹ്വ എന്നർത്ഥമുള്ള ക്രിസ്റ്റോസ്റ്റം എന്ന അപരനാമം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ദൈവഭക്തിയും ധീരതയും വാഗ്വിലാസത്തേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമാണ്. സിറിയയിലെ സൈന്യാധിപനായ സെക്കൂന്തൂസിൻ്റെ ഏകപുത്രനാണ് ജോൺ. അമ്മ അന്തോസയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ പിതാവായ സെക്കൂന്തൂസ് മരിച്ചെങ്കിലും ആ ഭറ്റസ്ത്രീ രണ്ടാമതൊരു വിവാഹത്തെപ്പറ്റി ചിന്തിച്ചതേയില്ല. യൗവനത്തിൽ ജോൺ ധരിച്ചിരുന്നത് പരിപരുത്ത വസ്ത്രമാണ്. ദിനംപ്രതി ഉപവസിച്ചുകൊണ്ടുമിരുന്നു. പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥ ധ്യാനത്തിലും തൻ്റെ സമയത്തിൻ്റെ അധിക പങ്കും ചെലവഴിച്ചു പോന്നു. 26 വയസ്സായപ്പോഴേക്ക് പൗരോഹിത്യത്തെപ്പറ്റി 6 നിസ്തുല ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. 30-ാമത്തെ വയസ്സിൽ ജോൺ അന്ത്യോക്യയ്ക്കടുത്തുള്ള വനാന്തരത്തിലേക്ക് താമസം മാറ്റി. പ്രഭാതം മുഴുവനും പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും വിശുദ്ധ ഗ്രന്ഥ ധ്യാനത്തിലും ചെലവഴിച്ചു. 386 കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ബിഷപ്പ് ജോണിൻ്റെ പ്രസംഗങ്ങളുടെ ഫലം അത്ഭുതകരമായിരുന്നു. അദ്ദേഹം കുർബാന ചൊല്ലുമ്പോൾ വിശുദ്ധർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കുർബാനയെ ആരാധിക്കുന്നതായി അദ്ദേഹം കണ്ടിരുന്നുവെന്ന് വിശുദ്ധ നീലൂസ് സാക്ഷ്യപ്പെടുത്തി കാണുന്നുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിളിൽ അദ്ദേഹം സംപ്രീതനായിരുന്നുവെങ്കിലും തിന്മകളുടെ ഭർസനം ധാരാളം ശത്രുക്കളെ ഉളവാക്കി. 403 ബിഷപ്പ് ജോൺ ആദ്യമായി നാടുകടത്തപ്പെട്ടുവെങ്കിലും താമസിയാതെ മടക്കി വിളിക്കപ്പെട്ടു. അലക്സാണ്ട്രിയയിലെ ആർച്ച് ബിഷപ്പ് തെയോഫിലോസിനും എവുഡോക്സിയ ചക്രവർത്തിക്കുമെതിരായി ബിഷപ്പ് ജോൺ ചെയ്ത അഴിമതി ആരോപണങ്ങൾ അവരെ പ്രകോപിപ്പിച്ചു. 2 പ്രാവശ്യം അവർ ബിഷപ്പ് ജോണിനെ നാട് കടത്തിച്ചു. 407 വിപ്രവാസത്തിൽ തന്നെയാണ് അദ്ദേഹം അന്തരിച്ചത്. 400 നാഴിക ദൂരെ ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം നാട് കടത്തപ്പെട്ടത്. അവിടെ ചിലപ്പോൾ അർത്ഥപട്ടിണിയായിരുന്നു, ചിലപ്പോൾ തണുപ്പ് സഹിക്കേണ്ടിയും വന്നു. യാത്രയിൽ അദ്ദേഹത്തിൻ്റെ രോഗം വർദ്ധിച്ചപ്പോൾ മുഷിഞ്ഞുപോയ വസ്ത്രമെല്ലാം മാറി വെള്ളവസ്ത്രമണിഞ്ഞ് തിരുപ്പാതയും സ്വീകരിച്ചു. സകലത്തിനും ദൈവത്തിന് സ്തുതി എന്ന് പതിവായി ചൊല്ലാറുള്ള വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് തൻ്റെ ആത്മാവിനെ അദ്ദേഹം ഈശോയ്ക്ക് സമർപ്പിച്ചു. പൗരസ്ത്യ സഭയിലെ 4 മഹാപിതാക്കന്മാരിൽ ഒരാളാണ് ക്രിസ്റ്റോസ്റ്റം. വിശുദ്ധ അത്തനാസിയസും വിശുദ്ധ ഗ്രിഗറിയും വിശുദ്ധ ബേസിലും വിശുദ്ധ ജോൺ ക്രിസ്റ്റോസ്റ്റവുമാണ് ആ 4 മഹാസഭാപിതാക്കന്മാർ. വചനം 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. സഹോദരരെ, നിങ്ങളെ ഞങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ. വിചിന്തനം. ആധ്യാത്മിക സ്നേഹത്താൽ എരിയുന്നവർ ഭൂമിയിൽ അമൂല്യമായവയെ ശൂന്യമായി ഗണിക്കുന്നു. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ എരിയുന്നവർക്കേ ഈ ഭാഷ മനസ്സിലാവുകയുള്ളൂ.